ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാവരും ഒരു മേജർ കൺസേൺ ആയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് നമ്മുടെ ഡേറ്റ സെക്യൂർ ആക്കി വയ്ക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഡേറ്റ പ്രൈവസി എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പക്ഷേ ഇതിലുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ഡിജിറ്റൽ സ്പേസിൽ നമ്മൾ തന്നെയാണ് നമ്മളെക്കുറിച്ചുള്ള വളരെ ക്രിട്ടിക്കലായ ഇൻഫർമേഷൻസ് പബ്ലിക്കിന് എക്സ്പോസ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന പോസ്റ്റുകൾ, അതായത് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന പോസ്റ്റുകൾ ഒന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒന്നൊരു ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ടോ നമ്മളൊരു ട്രിപ്പ് പോവുകയാണ്. പോയി വരുന്ന സമയം വരെയുള്ള അപ്ഡേറ്റ്സ് നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ പല പ്ലാറ്റ്ഫോമുകളിലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ വളരെ ക്രിട്ടിക്കലായ പല ഇൻഫർമേഷൻസ് ഉണ്ടെന്ന് നമ്മൾ ആലോചിക്കുന്നില്ല. ഉദാഹരണത്തിന് നമ്മളിടുന്ന പോസ്റ്റിൽ നമ്മുടെ കൂടെ ആരൊക്കെ വരുന്നുണ്ട്, നമ്മൾ ആ വരുന്ന എല്ലാവരെയും തന്നെ ടാഗ് ചെയ്തിട്ടായിരിക്കും പോസ്റ്റ് ഇടുന്നത്. നമ്മൾ പോകുന്ന ലൊക്കേഷൻസ്, നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ നമ്പറിൻ്റെ ഡീറ്റെയിൽസ്. ഇന്നത്തെ കാലത്ത് നമുക്ക് വണ്ടി നമ്പറൊക്കെ ഉപയോഗിച്ച് ഒരാളുടെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. അപ്പോൾ ഇത്തരം തന്നെ ക്രിട്ടിക്കൽ ഇൻഫർമേഷൻസ് വെച്ചിട്ട് പല രീതിയിലുള്ള സ്റ്റോറി സ്ക്രിപ്റ്റ് ചെയ്തിട്ട് നമ്മളെ പറ്റിക്കാൻ ഇന്ന് പല ആൾക്കാർക്കും പറ്റും. അങ്ങനെയാണ് നമ്മളിൽ പലരും സൈബർ വിക്ടിംസ് ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെയുള്ള പോസ്റ്റുകളിൽ ഏറ്റവും ക്രിട്ടിക്കലായ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ വീട്ടിലില്ല, അല്ലെങ്കിൽ നമ്മൾ വീട് ലോക്ക് ചെയ്തിട്ടാണ്, നമ്മൾ വീട്ടിലില്ല എന്നുള്ളൊരു ഇൻഫർമേഷൻ നമ്മൾ പബ്ലിക്കിനെ എക്സ്പോസ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഒന്നും റിസ്ക്കോ ത്രെട്ടുകളോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും നമ്മൾ ആലോചിക്കുന്നില്ല ഇതുപോലുള്ള പോസ്റ്റ് ഇടുമ്പോൾ. അപ്പോൾ ഇനി നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുമ്പോഴോ അല്ലെങ്കിൽ ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോഴൊക്കെ അതിലെന്തോരം ക്രിട്ടിക്കൽ ഇൻഫർമേഷൻസ് നമ്മളെക്കുറിച്ചോ നമ്മുടെ കൂടെയുള്ളവരെക്കുറിച്ചോ ഉണ്ട് എന്ന് നോക്കിയിട്ട് മാത്രം പോസ്റ്റ് ഇടുക. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.